ഈ വർഷത്തെ സർക്കാർ ജീവനക്കാരുടെ അധ്യാപകർക്കുമുള്ള ബോണസ് അനുവദിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് വന്നിരുന്നുള്ള വാർത്തയാണ്. 4500 രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. അതിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ അലവൻസ് അനുവദിക്കും. അതുപോലെ പ്രത്യേക ഉത്സവ ബത്ത പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപ അനുവദിക്കും. അതുപോലെ തന്നെ ഓഗസ്റ്റ് 17 മുതലാണ് ഇത് കൊടുക്കുക. 20000 രൂപ ഓണം അഡ്വാൻസ് 20000 രൂപ എടുക്കാം. പാർട്ട് ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കുള്ള അഡ്വാൻസ് 6000 രൂപ അഡ്വാൻസ് കിട്ടും. അപ്പോൾ വളരെ കൃത്യമായ ഓണത്തിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ വേറെ ചില ടീമുകളുണ്ട്. അതായത് നമ്മുടെ ഇന്നുണ്ടല്ലോ, എൻ്റെ പേരെന്താ, 1000 രൂപ കിട്ടുന്ന ടീമുകളുണ്ട്, ഒരു പൈസയും കിട്ടാത്ത ടീമുകളുമുണ്ട്. EPF പോലുള്ള സംവിധാനങ്ങളുള്ളവർക്ക് കൃത്യമായി പണം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതേസമയം തൊഴിലുറപ്പ് തൊഴിലാളികൾ അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ചിലർക്ക് 600 രൂപ, ചിലർക്ക് 1000 രൂപ, ചിലർക്ക് 1250 രൂപ, ചിലർക്ക് 3000 രൂപ, വേറെ ചിലർക്ക് 4500 രൂപ. ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ എന്തായാലും സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4500 രൂപ ഇപ്പോഴത്തെ ഓൺ അലവൻസ് കിട്ടുന്നു. ആഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ, അതായത് ഇപ്പോൾ 15 അല്ലേ, 16 ചൊവ്വാഴ്ച മുതൽ കൊടുത്തു തുടങ്ങി. കമ്മിങ് ട്യൂസ്ഡേ മുതൽ കൊടുത്തു തുടങ്ങുമെന്നാണ് അറിയുന്നത്. അപ്പോൾ കൃത്യമായി ഓണം അലവൻസും ഉത്സവ ബത്തയും അല്ലെങ്കിൽ അഡ്വാൻസും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ പ്രഖ്യാപിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മൾ മറന്നുപോയതല്ല. DA സംബന്ധിച്ച്, പ്രത്യേകിച്ച് DA കുടിശ്ശികയെ സംബന്ധിച്ച് ഇനിയും കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ ഓണം അലവൻസ് ഒക്കെ കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം സർക്കാർ അതിനെ മാറ്റിവെച്ചത്. എന്തായാലും ഓണം കഴിയുമ്പോൾ സജീവമായി ഡിമാൻഡ് വരാനുള്ള 2 സാധ്യതകൾ. ഒന്ന്, ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇടതുപക്ഷ സർവീസ് സംഘടനകളൊക്കെ ചെറുതായിട്ട് സമരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിന് വലുതാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ DA കുടിശ്ശികയെ സംബന്ധിച്ചും വലിയ തർക്കം കിടപ്പുണ്ട്, അതും വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ ഉത്സവ ബത്തയും ഓണം അലവൻസും അനുവദിച്ചിരിക്കുന്നു. ഓണത്തിൻ്റെ ഉത്സവ ബത്ത എന്ന് പറയുന്ന ബോണസ് എന്ന് പറയുന്നത് 4500 രൂപ, അത് കിട്ടാത്തവർക്ക് 3000 രൂപ, പെൻഷൻകാർക്ക് 1250 രൂപ, 20000 രൂപ നമുക്ക് ലോൺ എടുക്കാം. അത് നമുക്ക് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ലോൺ എടുക്കാം. കണ്ടിജൻസി പോലുള്ള ജീവനക്കാർക്ക് 6000 രൂപ ലോൺ എടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഓണം വളരെ കൃത്യമായി അടിച്ചു പൊളിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഈ വാർത്ത അറിയിച്ചുകൊണ്ട് തന്നെ വെൽ ഇൻ അഡ്വാൻസ്, ഇനിയിപ്പോൾ ഓണത്തിന് നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലും, ഓണത്തിന് നമ്മളിവിടെ ഇല്ലെങ്കിലും, തീർച്ചയായിട്ടും വെൽ ഇൻ അഡ്വാൻസ് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ബോണസും ഉത്സവ ബത്തയും അലവൻസുകളും ഈ ലോൺ എടുക്കലും ഉള്ള പൈസയും എല്ലാം, വായ്പ എടുക്കാനുള്ള പൈസയ്ക്കുള്ള പരിധിയൊക്കെ നിശ്ചയിച്ചല്ലോ, അതെല്ലാം വെച്ച് ഓണം ആഘോഷപൂർവ്വമാക്കുക. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയൊക്കെ ഒരു കാലമാണ് ഓണം. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പുതിയ ഉടുപ്പ്, പുതിയ വസ്ത്രങ്ങൾ, പുത്തൻ ഭക്ഷണം, യാത്ര, ടൂർ എല്ലാം ചേർന്നതാണല്ലോ. അപ്പോൾ അതിനുള്ള ഒരവസരമായി ഈ പണം വിനിയോഗിക്കുക. തീർച്ചയായിട്ടും ഓണം വളരെ പൊടിപൂരമാകട്ടെ, അടിപൊളിയാകട്ടെ. സർക്കാർ ഉത്സവ ബത്തയും ബോണസുമെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ മുതൽ അക്കൗണ്ടുകളിൽ വന്നു തുടങ്ങും.